മുടി ഒരു വിഷയമാണ് ഇപ്പോഴത്തെ എല്ലാ സ്ത്രീകൾക്കും. എനിക്കും ഒരിടയ്ക്ക് ഒരു ഡെങ്കു ഫീവർ വന്നപ്പോഴത്തേനും ഒത്തിരിയും അങ്ങ് മുടി പോയി, പക്ഷെ അത്രയും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ മോസ്റ്റ് ലേഡീസിനും ഇങ്ങനെ അങ്ങ് മുടി പൊക്കോണ്ടിരിക്കുക. ദാറ്റ് വൈ? ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകൾ ബേസിക്കലി ആരോഗ്യം നോക്കാറില്ല ആഫ്റ്റർ മാരേജ്. എല്ലാം വീട്, കുടുംബം, ഭർത്താവിന്, മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പോലും ഇനിയിപ്പോൾ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? പല ഫാക്ടേഴ്സ് ഉണ്ട് ചേച്ചി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളിൽ പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ ഇപ്പോൾ പല സ്റ്റേജസ്, പ്രഗ്നൻസി, മുലയൂട്ടുന്ന കാലം, അത് കഴിഞ്ഞിട്ട് മെൻസ്ട്രൽ സൈക്കിള്, മെനോപോസ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡ്, പോളിസിസ്റ്റിക് ഓവറി, അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് മുടിപൊഴിച്ചിലുണ്ടാവും. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു ഫാക്ടർ. ആ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കി നമ്മുടെ ഹോർമോൺസിൻ്റെ റെഗുലേഷൻ കറക്റ്റ് ആവുമ്പോൾ ഈ പറഞ്ഞ മുടി കൊഴിച്ചിൽ മാറും. പിന്നെ ഒന്ന് ഹെറിഡിറ്റി ഫാക്ടറാണ്. പണ്ട് മുടി ഇല്ലാതിരുന്നയാളോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒക്കെ അത്രയ്ക്ക് മുടിയില്ല, നമുക്കും ജന്മന ഇച്ചിരി മുടി കുറവാണെങ്കിൽ പിന്നെ ഇടതൂർന്ന മുടി വേണം എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. നമുക്കുള്ള ബേസിക്കലി ഉള്ള ഹെയർ ഫോളിക്കിളിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് തന്നെ വരുള്ളൂ അടുത്തത്. അതൊന്ന്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡയറ്റ്. നമ്മൾ എല്ലാം കഴിക്കുന്നുണ്ട്. മിക്കവാറും പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഏറ്റവും ഇഷ്ടം എന്താ? ചോറും മീൻകറിയും. ചോറും മീൻകറിയും എല്ലാ ദിവസവും ചോറും മീൻകറിയും കഴിക്കും കറക്റ്റായിട്ട്. പക്ഷെ അവിയൽ കഴിക്കത്തില്ല, സാമ്പാർ കഴിക്കത്തില്ല, ചീര കഴിക്കത്തില്ല, മുരിങ്ങയില കഴിക്കത്തില്ല, അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. അപ്പൊ ഇവര് ഈ കഴിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ മുടിക്ക് ചിലപ്പം വൈറ്റമിൻസും മിനറൽസും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഇപ്പൊ സിങ്ക്, സെലേനിയം, വൈറ്റമിൻ എ, എല്ലാ സാധനങ്ങളും നമുക്ക് വേണം. പ്രോട്ടീൻ വേണം. കെരാറ്റിൻ എന്ന് പറയുന്നത് തന്നെ പ്രോട്ടീനാണ് നമ്മുടെ മുടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് വേണം. അപ്പം ന്യൂട്രീഷണൽ ഇംബാലൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇനി ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സും ഉറക്കക്കുറവും. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന ആൾക്കാരാണ്. PSC, ബാങ്ക് പ്രൊബേഷണറി ഓഫീസേഴ്സ്, സിവിൽ സർവീസും വന്നിട്ടുണ്ട്. ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ശരിക്കും പറഞ്ഞ ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അവർ ഫുൾ ടൈം ഇങ്ങനെ ചിന്തിച്ച് അപ്പോൾ നമ്മൾ ചോദിക്കാം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അപ്പോൾ ഇല്ല എന്ന് പറയും. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ പറയാറുണ്ട്, ഉണ്ട് ഡോക്ടർ, എനിക്ക് ഉറക്കം കുറവാണ്, സ്ട്രെസ് ഉണ്ട് എന്ന് പറയും. പിന്നെ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഈ കുറേ നേരം നമ്മളിത് നോക്കി രാത്രിയൊക്കെ 2 മണിയൊക്കെ ആകുമ്പോഴും ഉറങ്ങാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം എന്ന് പറയുന്നത് കുറയാറുണ്ട്. 8 hours sleep, 12 glasses of water. 12 ഗ്ലാസ് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കണക്കായിരിക്കും അല്ലേ? ഇപ്പോൾ ഈ ചൂടൊക്കെ കൂടിയതുണ്ട്. പിന്നെ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, വെയിലൊന്നും കൊള്ളാതിരിക്കുമ്പോൾ വൈറ്റമിൻ D3 കുറയും. ഇപ്പം ഈ ടെക്കീസിനും അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ എപ്പോഴും മേസിക്കകത്ത്, ടെക്കീസ് മാത്രമല്ല ഇതേപോലെ ക്ലോസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വൈറ്റമിൻ ഡി കുറവാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ തന്നെ നന്നായിട്ട് മുടി പൊഴിയും. പക്ഷേ ഇതൊക്കെ തൈറോയിഡ് വേറൊരു ഫാക്ടറാണ്. ഇതൊക്കെ തിരിച്ചു വരുമ്പം അത്യാവശ്യം. പിന്നെ പരിചരണം വേറൊരു ഇതാണ്. മുടി നന്നായിട്ട് പരിചരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. അതാണ് അതിൻ്റെ. ദിവ്യ പറഞ്ഞ ഫുൾ ടിപ്സ് ഞാൻ കേട്ടു. എല്ലാം ഒരു വീട്ടമ്മ തന്നെ മാനേജ് ചെയ്യുമ്പം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും, എന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് വേണം താനും. അപ്പോൾ ഒരു ഇച്ചിരി സ്ട്രെസ് എടുക്കല്ലെന്ന് പറഞ്ഞാലും നമ്മൾ സ്ട്രെസ് എടുത്ത് പോവും. നാച്ചുറൽ, അതൊരു വീട്ടമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ ആണ്, അത് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പേരുടെ എൻ്റെ അനുഭവം ഉൾപ്പെടെ ഞാൻ പറയാം ഈ മുടിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ടിപ്പായിട്ട് തന്നെ ദിവ്യ പറയട്ടെ. അത് നമുക്ക് മാക്സിമം ശ്രമിച്ചു നോക്കാം. ഇതൊന്നുമില്ല, നമുക്ക് മുടിയൊന്നും തിരിച്ചു വന്നില്ലെങ്കിൽ പോലും ഒരു ആരോഗ്യം വേണം എന്നുണ്ടെങ്കിൽ ദിവ്യ പറഞ്ഞ പോലെ മിനിമം ഒരു 8 hours സ്ലീപ്പ്, സ്ട്രെസ് ഇല്ലാതെ ഒരു 8 hours സ്ലീപ്പ്. നമുക്കൊണ്ട് കാര്യങ്ങൾ പറ്റുന്നത് മാത്രം ഏറ്റെടുത്താൽ മതിയല്ലോ. ചുമ്മാ ആവശ്യമില്ലാത്ത സൈഡിൽ കിടക്കുന്നൊക്കെ വലിച്ചു വാരി എടുത്തിട്ട് ഒയ്യോ എന്ന് വല്ല ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ ആരോഗ്യമല്ലേ ഏറ്റവും നല്ലത്. ഇനി ഇത്രയും വലിയ ടിപ്സും ഇത്രയും വലിയ കാര്യങ്ങളും ഒക്കെ കേട്ടു. ദിവ്യ വലിയൊരു ആക്ട്രസ് ആണ്. അറ്റ് ദ സെയിം ടൈം നല്ല അസലായിട്ട് പാട്ട് പാടും. ഈ പാട്ട് എന്ന് പറയുന്നത് നമുക്കത് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം, എനിക്കതൊരു വീക്ക്നെസ് ആണ്. കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പാടുകയില്ല എന്നുള്ളതും എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം. മോള് നല്ലതായിട്ട് പാട്ട് പാടൂലേ? പാടുന്നു. എന്നെ രസമായിട്ടാ കൊച്ചു പറഞ്ഞ പാടുമെന്ന്. ആരാ നല്ലതായിട്ട് പാടുന്നത്? അമ്മയാന്നോ മോളാന്നോ? അമ്മയാണ്. എന്നാ പക്ഷെ എനിക്ക് തൻ്റെ പാട്ടും കൂടെ കേൾക്കണം. 2 പേർക്കും കൂടെ അറിയാവുന്ന ഒരു പാട്ട് പാടും. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി മുൻ വീട്ടിൽ സൗഖ്യമാനാൻ ഇങ്ങ് സൗഖ്യമേ, உன்னை எண்ணி பார்க்கையே கவிதை கொட்டதே, அதை எழுத நினைக்கையில் வார்த்தை முட்டது. ஓ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. Very good.
അപ്പൊ അറിയാം അമ്മ ഉണ്ടെങ്കിൽ അറിയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഈ ഫ്രൈറ്റ് അല്ല, പക്ഷെ എന്തോ ഒരു കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നം ചിലപ്പോ വരും. ദിവ്യ ഒരു കാര്യം ചെയ്ത് 3-4 സ്റ്റേജിലേക്ക് അങ്ങനെ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് മോള് നല്ല മിടിക്കും, തന്നെ പാടും. പക്ഷെ എന്നാലും എന്താ പറഞ്ഞാൽ ഇപ്പൊ കുട്ടികളൊക്കെ നന്നായിട്ട് പാടുമല്ലോ. എല്ലാ പിള്ളേരും 2-3 വയസ്സൊക്കെ ആവുമ്പോ തന്നെ നല്ലതായിട്ട് പാടും. നമ്മള് പല പിള്ളേരും ടി വിയിൽ പാടുന്ന കാണുമ്പോൾ തന്നെ അമേസ്ഡ് ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാടും എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പക്ഷെ എന്തായാലും ദിവ്യ ഒരു കാര്യം പറയാം, ഞാൻ കേട്ട എനിക്കും എന്റെ പ്രേക്ഷകർക്കും മോള് നല്ലതായിട്ട് പാടുന്നുണ്ട്, പഠിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അഥവാ പഠിപ്പിക്കുന്നില്ലെങ്കിൽ പഠിപ്പിക്കണം. മോള് നല്ലതായിട്ട് പാടുന്നുണ്ട്, നല്ല സ്വീറ്റ് സ്വരമാണ്, അതൊന്നും കളയരുത്. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ദിവ്യ അമ്മ എന്ന രീതിയിൽ ആ റെസ്പോൺസിബിലിറ്റി അല്ല, അവൾ പഠിക്കുന്നുണ്ട്, ബേസിക്കലി പഠിക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു പഠിത്തം അല്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് കേട്ടോ. നല്ലതായിട്ട് ഈശ്വരൻ നല്ലൊരു സ്വരം തന്നിട്ടുണ്ട്, അത് കളയരുത്. മോളെ കൊണ്ടുവന്നു, ദിവ്യ വന്നു, സോ ഹാപ്പി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മോളെ കൂടെ വന്ന സ്ഥിതിക്ക്. പക്ഷെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു വ്യക്തിയും കൂടെ വരണം. അദ്ദേഹം എന്താ വരാഞ്ഞത്? അദ്ദേഹം വരാഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് എന്നൊക്കെ പറഞ്ഞ ഷൂട്ടുകളൊക്കെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രീ വെഡിങ്ങും ഇല്ലായിരുന്നു, പോസ്റ്റ് വെഡിങ് ഷൂട്ടും ഇല്ലായിരുന്നു. കാരണം അത്രത്തോളം ക്യാമറയോട് ഒരു എന്താ പറയാ, ഒരു പേടിയൊന്നും അല്ല, പക്ഷെ പുള്ളിക്ക് ഒരു എന്തോ ഒരു ചമ്മൽ പോലെയാണ്. ഭാര്യ ഇത്രയും തിളങ്ങി നിൽക്കുന്ന ഒരു ഭാര്യ തിളങ്ങിയാൽ മതി എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഇത്. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഈ കല്യാണം കഴിഞ്ഞ ചേച്ചിക്ക് അറിയാലോ, ഓഫ് കോഴ്സ് നമുക്ക് വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ വരണമെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുടെ സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഇച്ചിരി മടി പിടിച്ച് പ്രോഗ്രാംസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അഭിനയിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ക്ലിനിക്കിലായാലും എല്ലാ കാര്യങ്ങൾക്കും ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. വെരി ഗുഡ്, ഹാറ്റ്സ് ഓഫ് ടു യു. കാര്യം എന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ലൈഫ് എന്ന് ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ പറയും, ആ മുഖത്ത് ആ ഒരു ഗ്ലോ വരണം എന്നുണ്ടെങ്കിൽ ഹൗ മച്ച് എ ഹസ്ബൻഡ് സപ്പോർട്ട്സ്, അതാണ് ഏറ്റവും. ഹസ്ബൻഡ് മാത്രമല്ല, ഹസ്ബൻഡിന്റെ വീട്ടുകാരും എന്തോരം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതാണ് ആ കുട്ടിയുടെ ഫേസിൽ വരുന്ന ഗ്ലോ. അപ്പൊ എത്രയായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് അദ്ദേഹത്തോട് പറഞ്ഞേക്കണം. വരാത്തതിൽ ഒരു പരിഭവം കൂടെ പറഞ്ഞേക്കും. ഓക്കെ, അച്ഛനോട് പോയി പറയണേ ആന്റി പിണങ്ങി എന്ന് പറഞ്ഞേക്കും. ആന്റി മാത്രമല്ല, ആന്റിയുടെ പ്രേക്ഷകർ എല്ലാരും പിണങ്ങി എന്ന് പറഞ്ഞേക്കും. ഓക്കെ, ഇനി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ കാര്യം പറയടൂ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അല്ല പിന്നെ അമ്മ എങ്ങനെയാ പറയുന്നു? എന്തോ ചേച്ചി സത്യം പറഞ്ഞാൽ സൂപ്പറായിട്ട് എല്ലാവരും പറയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ അല്ല സാധാരണ നമ്മളൊരു ഷോ ഞാൻ ടി വിയിൽ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ചേച്ചി ചില മീൻകറിയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ ശരിക്കും നമുക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം ഒരു മീൻകറിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അപ്പോഴായിരിക്കും നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണുന്നത്, ഈശ്വര എവിടെ നിന്നെങ്കിലും ഇച്ചിരി മീൻ കിട്ടിയാൽ ഇച്ചിരി കറി വെക്കാറുണ്ട്. ഇപ്പൊ കൊതി വരും നമുക്ക്. ആ കൊതി വരിക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അതിനകത്ത് ഈ പാചകം അറിയാവുന്ന ആൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഇട്ടാൽ ഇതായിരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലൊരു ഊഹമുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് കൊതി വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിച്ചപ്പോൾ ഞാൻ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഈശ്വരന്റെ അനുഗ്രഹം അല്ലേ മോളെ? അത്രയല്ലോ, കൈപുണ്യം തീർച്ചയായിട്ടും ഈശ്വരന്റെ അനുഗ്രഹം തന്നെ. അത്രേ ഉള്ളൂ മോളെ. നമ്മൾ ദിവസം ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ ആണേ പോലും ഇന്നുണ്ടാക്കുന്ന നാൾ അതുപോലെ ആവണം എന്നില്ല. ഇതെല്ലാം ഭഗവാൻ തരുന്ന ഒരു അനുഗ്രഹം എന്ന് മാത്രം കരുതി മുന്നോട്ട് പോകുന്നതാണ്. ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എന്റെയും ആഗ്രഹം. ഞങ്ങളും അത് തന്നെ പറയുന്നത്. താങ്ക് യു. എനിവേ, ഇത്രയും ഒരു ബിസി ആയിട്ടുള്ള ഇടയിൽ നിന്ന്, അതായത് ഒരു അഭിനയിച്ചുകൊണ്ടിരിക്കണം, ഡോക്ടർ ക്ലിനിക്ക് നോക്കണം, അറ്റ് ദ സെയിം ടൈം ആങ്കറിങ്ങിന് പോകണം, എല്ലാത്തിൻ്റെ ഇടയിലും ഇച്ചിരി സമയം കണ്ടെത്തി ഇവിടെ വന്നതിൽ ഐ എം സോ ഹാപ്പി, ഐ എം താങ്ക്ഫുൾ ടു യു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പം നമുക്ക് ചില പ്രോഗ്രാംസ് കാണുമ്പം ആഗ്രഹം തോന്നുക, ഇത് നല്ല പ്രോഗ്രാമാണല്ലോ, അല്ലെ അങ്ങനെ ഒരു മനസ്സിലൊരു തോന്നൽ തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ പ്രസന്റേഷൻ ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പം ഇന്ന് തന്ന ഈ ഫുഡിനും അതേപോലെ ചേച്ചിയുടെ ഇത്രയും സമയം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര പ്രിവിലേജ് ആണ്. താങ്ക് യു മോളെ, താങ്ക് യു.